തിരക്കൊന്നുമില്ല. കാരണം നിങ്ങൾക്കും അതൊക്കെ വന്നാൽ മതി വീട്ടില്. അപ്പൊ അതുകൊണ്ട് കിടന്ന് വട്ടം കിടഞ്ഞു ഓടുന്നു വേണ്ടെന്ന്. രാവിലെ തന്നെ പോരാളിയുടെ ഉപദേശം കേട്ടുകൊണ്ട് വെൽക്കം ടു മൈ നാട്ടിലെ വിശേഷം. ഇപ്പൊ നിങ്ങൾ ഓർക്കുണ്ടാവും വടിയും ചായയും കഴിക്കാൻ കയറിയതാന്ന്. എന്നാൽ രാവിലെ കഴിച്ചത് എന്തോ അങ്ങോട്ട് ശരിയായില്ല. വെറുതെ അങ്ങോട്ട് കയറി അവർക്കൊരു വിഷമായാലോ, അതുകൊണ്ട് അവനെ കൊണ്ട് ഒരു വടയും കഴിപ്പിച്ചു. കൂട്ടത്തിൽ ഞാനൊരു ചായയും കുടിച്ചു അങ്ങോട്ട്. അപ്പൊ പറഞ്ഞു വന്നത് നല്ല അടിപൊളി കട്ടൻ ചായയും വടയായിരുന്നു. എന്തായാലും ചൂട് കാരണം നമ്മൾ അങ്ങ് ഊതി ഊതി കുടിച്ചു തീർത്തു. ഇത്തവണ നമുക്കൊരു വെഡ്ഡിങ് ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ നാട്ടിലെത്തിയതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്. അതിൻ്റെ ഷോപ്പിംഗ് ആയിരുന്നു ഞാൻ വന്ന പാടെ ചെയ്തത് തന്നെ. ഇത്രയും തിരക്ക് പിടിച്ച എൻ്റെ ലൈഫിൽ ഞാൻ ഷോപ്പ് ചെയ്തിട്ടില്ല. എന്തായാലും ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കായസിൽ നല്ല അടിപൊളി ബിരിയാണി കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ബിരിയാണിയാണ്. വിശപ്പ് കാരണമാണോ ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം കാരണമെന്ന് അറിയില്ല, കുറച്ച് ബിരിയാണിയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞോന്നൊരു ഡൗട്ട്. ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങ് പവറായപ്പോൾ അടുത്ത ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങി. എന്തായാലും പോരാളിയുടെ ഉപദേശപ്രകാരം നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഇന്ന് ഷോപ്പിംഗ് ഒക്കെ തീർത്ത് വീട്ടിലെത്തിക്കുന്നത്.